the auspicious occasion. First, I would like to invite Reverend Father Vivan Anthony Cheerumpelli, our new chaplain, Sierra Malabar in Dublin. Please, Father. So we are waiting for him. Next, I wish to welcome Mr. Binu Devi, an amazing vocalist and music director and former coordinator of Jesus Little Island. Thank you. Next, I would like to invite Ms. Sheena Francis, the headmistress to the catechism groups and single-handed expertise and mastermind behind the religious upbringing of our child. Thank you, dear guests. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡേവിഡ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ മിലൻ, അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് നേരം എഴുന്നേറ്റ് നിന്ന് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. I would like to call the prayer song group.
സ്നേഹബഹുമാനപ്പെട്ടവരെ, ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഒരു സ്വാഗതം ആശംസിക്കാനായി നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സോൾസ് കാറ്റഗിസത്തിൻ്റെ 3rd ആനിവേഴ്സറിയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഒരു ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ അത് വെറും സെലിബ്രേഷൻ മാത്രമല്ല, നമുക്ക് യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഉറക്കെയുള്ള പ്രഖ്യാപനം കൂടിയാണ്. നമ്മൾ കുറച്ച് നാളുകളായി ഇതിനു വേണ്ടിയിട്ട് സ്വപ്നം കാണുകയും ഇതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഒരു ഫലമാണ് ഇന്നിപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായി തന്നെ ഞാൻ നമ്മുടെ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കാറ്റഗിസത്തിൻ്റെ അച്ഛൻ ഷീന ഫ്രാൻസിസിനെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഷീനത്തിനെ പറ്റി എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഹൃദയത്തിൽ വേണ്ടി പറയുകയാണെങ്കിൽ ചേച്ചി അച്ഛമായിട്ടുള്ള ഒരു സൺഡേ സ്കൂളിൽ ഒരു അധ്യാപിക ആകുവാൻ സാധിച്ചതിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ചേച്ചി ഒത്തിരി ഡെഡിക്കേറ്റഡ് ആണ്. പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇന്ന് ഇതിനു വേണ്ടിയിട്ട് ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഓരോ ദിവസവും കുട്ടികളെ എങ്ങനെയൊക്കെ വിശ്വാസത്തിൽ വളർത്താമെന്ന് വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും അതിനോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ചേച്ചിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
പിന്നെ അവസാനമായി ഞാൻ സ്വാഗതം ചെയ്തത് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെയാണ്. നിങ്ങളെ അവസാനം വെച്ചത് നിങ്ങൾ ഒരിക്കലും കുറഞ്ഞു പോയതുകൊണ്ടല്ല, നിങ്ങളാണ് ഇന്നത്തെ സ്റ്റാർ. കാരണം നിങ്ങളുടെ ഒരു ഡെഡിക്കേഷനും നിങ്ങളുടെ ഹാർഡ് വർക്കുമാണ് ഇന്നത്തെ പ്രോഗ്രാമിനെ വിജയിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒത്തിരി ടാലൻ്റായിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തോളൂ. ഒരിക്കൽ കൂടി എല്ലാവരെയും ഇന്നത്തെ ഈ ആനിവേഴ്സറിയുടെ സെലിബ്രേഷനുകളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Now I would like to invite Ms. Sheena Francis for the presidential address. വിശിഷ്ട അതിഥികൾ, നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി ചിരവേലി, പിന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബിനു കെ പി, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, എൻ്റെ കുഞ്ഞുമക്കളെ, നമ്മളിന്നിവിടെ 2013 തൊട്ട് 14-15 മൂന്നാമത്തെ സെയിൻറ്റ് മേരീസ് സീറോ മലബാർ സോൾസ് കമ്മ്യൂണിറ്റിയുടെ കാറ്റഗിസം ആനിവേഴ്സറിയാണ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം കൊണ്ട് പറയാനായിട്ട്, കാറ്റഗിസം എന്താണ്, എന്തിനാണ് നമ്മൾ കാറ്റഗിസം നടത്തുന്നത്? മാമോദിസ വഴി ഈശോയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരും കാറ്റഗിസം പഠിക്കാൻ കടപ്പെട്ടവരാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത വിശ്വാസ സത്യങ്ങൾ മതബോധനത്തിലൂടെ അത് കൈമാറ്റം ചെയ്യുകയാണ്. അതിനായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട കുറേ മക്കളാണ് മത അധ്യാപകർ. അപ്പം മാതാപിതാക്കളായ നമുക്ക് എല്ലാവർക്കും അതിൽ വളരെയേറെ പങ്കുണ്ട്. ഇന്ന് ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് ദൈവവിശ്വാസം, വിശ്വാസ സത്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഈശോയെ നമുക്ക് മെനഞ്ഞെടുക്കണം. അതിന് നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ഈ ആത്മവിശ്വാസവും പ്രചോദനവും എപ്പോഴും ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും ആവശ്യം വളർന്നു വരുന്ന ഈ തലമുറ ആധുനിക ലോകത്തിലേക്ക് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞയക്കാൻ പോവുകയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആവശ്യം വേണ്ടത്, ഏത് സമൂഹത്തിൽ പോയാലും ലോകത്തിൻ്റെ ഏത് മൂക്കിൽ പോയാലും ആ കുഞ്ഞുങ്ങളെ കണ്ടു വേണം മറ്റൊരേത് കുഞ്ഞും വളരുവാൻ. അത്ര കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കണ്ടെടുക്കുവാൻ സാധിക്കും. അവരുടെ വിശ്വാസസത്യങ്ങൾ അവർ മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുത്ത് മാതൃകയായിട്ട് വളർത്തുവാൻ നമുക്ക് സാധിക്കണം. അത് കാറ്റഗിസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളോട് എനിക്ക് വലിയ അപേക്ഷയുള്ളത്, മാതാപിതാക്കളെ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ട മനസ്സ് അല്ലെങ്കിൽ അർപ്പണ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയല്ല. എല്ലാവരും വളരെയധികം ആത്മാർത്ഥതയോട് തന്നെയാണ് നിങ്ങളെ കൊണ്ട് കാറ്റഗറിയിലാക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിന്ന് 2008 ചെറിയൊരു കാറ്റഗറിസമായിട്ട് തുടങ്ങി. അതിപ്പോൾ വളർന്ന് പന്തലിച്ച് 9ാം ക്ലാസ് വരെ ആയിരിക്കുകയാണ്. 63 സ്റ്റുഡൻറ്റ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു വേളയിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ ഈ സോഴ്സ് കമ്മ്യൂണിറ്റി, അതായത് ബാൽബ്രിവിനും ഡോണബിറ്റും ലസ്കിലും എല്ലാവരും കൂടെയുള്ള ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ സോഴ്സ് കമ്മ്യൂണിറ്റി. ബട്ട് സ്റ്റിൽ എല്ലാവരുടെ മുൻപിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒരു മാതൃകയായി തീരണം എന്ന ഉത്തമ ബോധം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാം. അതിനുവേണ്ടി നമുക്ക് ഇന്നൊരു പ്രതിജ്ഞയെടുക്കാം. അതിനായി നിങ്ങളെ ഏവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇന്നത്തെ എല്ലാവിധ ആശംസകളും കുഞ്ഞുങ്ങൾക്കും പേരൻസിനും തന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. Thanks, Sheena. I now kindly request our leader, Reverend Anthony Chiraguri, to come forth for the inaugural speech. Sheena, Binu, and my dear friends,
and loving children. Do you know that Jesus loves you very much? Do you know that? Huh? Do you know that Jesus loves you very much? Okay. He loves you and he is saying to you also, I am the way, the truth and the life. What is he saying? What is he saying? I am the way, truth and the life. So if you understand that Jesus is the way and the truth and the life, you will never go away from him. You will never go away from him. Only thing is that you have to understand that you are really, this is the truth, life, and what? And what? Truth, life, and way. So where do you go? Where you have to go? The way is Jesus. What truth you have to achieve? That is Jesus. What? Where the darkness is removed by the light, that light is Jesus. So all these things are necessary for our life. We should know where we are going, and we should have the light to go. If you are walking in the darkness, you will not reach anywhere. Will you? അന്ധകാരത്തിൽ നടക്കുന്നത് എവിടെയും എത്തിച്ചേരുമോ? ഇല്ല. You won't reach. അപ്പോൾ ഈ മൂന്ന് സത്യങ്ങൾ കാറ്റഗറിസം സ്റ്റുഡൻസിന് വേണ്ടിയുള്ള മാത്രമുള്ളതല്ല, പേരൻസിന് കൂടിയുള്ള. അതുകൊണ്ടാണ് കാത്തലിക് ചർച്ചിൽ പറയുന്നത്, വേദോപദേശം എന്ന് പറയുന്നത് വിശ്വാസ കൈമാറ്റമാണ്. ആ വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ വളരുവാനായിട്ട് കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒന്നാണ് വേദോപദേശം എന്ന് പറയുന്നത്. ഈ വേദോപദേശം എന്നത് കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ളതൊന്നല്ല. കുഞ്ഞുങ്ങൾക്കായിട്ട് മാത്രം ഒരു വേദോപദേശമില്ല. അതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ മതബോധനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. വിശ്വാസ കൈമാറ്റം എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. And I would like to invite നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രജിച്ചായൻ, ജോർജ് ചായൻ, അതുപോലെ സൗമ്യ ദിലീപിന്റെ അമ്മ ഷൈനി അപ്പച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇവരെല്ലാവരും സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ടു ലൈറ്റ് ദ കാൻഡിൽ.
So just we want to hear your song. പുസ്തകം പറയുന്നില്ല, എൻ്റെ 2 വാക്ക് ഒരു ക്ഷമാപണമാണത്. കാരണം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് സ്നേഹിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ, ധാരാളം കുടുംബങ്ങളും എനിക്ക് വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് വലിയൊരു ബഹുമതിയായിരുന്നു. അതിലൊരു മീറ്റിങ്ങിനെ ക്ഷണിക്കുകയും ബാബുചേട്ടനാണ് എന്നോട് പറഞ്ഞത്. അത് ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങളുടെ അയൽക്കാരെല്ലാം കൂടെ കൂടി ചേർന്ന് ചെറിയൊരു ഓണാഘോഷം ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് കൃത്യം മുൻപടിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാനുണ്ടായില്ല, എനിക്ക് സ്പോർട്സിൽ പോകണമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു. എനിക്ക് 2 മാസമായിട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ രാത്രി സിവിയറായി. അപ്പോൾ ഞാൻ ബാബുചേട്ടനെ വിളിച്ച് രാവിലെ 10 പറഞ്ഞു, ചിലപ്പോൾ വരാതിരിക്കാനൊരു സാധ്യതയില്ല. അപ്പോൾ ചോറൊന്നും കഴിക്കുമ്പോൾ ഞാൻ കൂടി. അപ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് ഏറി പോകാമെന്ന് പറയും. അപ്പോൾ എനിക്ക് സ്പോർട്സിൽ പോകണം. കുറേ ആശയങ്ങൾ തോന്നുന്നു, പോകണ്ടേ, ആശുപത്രിയിലേക്ക് പോകണം, സ്പോർട്സിലേക്ക് പോകണം. അപ്പോൾ അവസാനം പറഞ്ഞു, ഞാൻ 2-3 പ്രാവശ്യം ഫോൺ എടുത്തത് വിളിക്കാൻ ചേട്ടാ ഞാൻ വരുന്നില്ല, എന്നെ നോക്കണ്ടെന്ന് പറയാം. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും അറിയുന്ന ആൾക്കാരത്തേക്ക് ഞാൻ അവിടെ പോകുന്നത് തമ്മിലാനുണ്ട്, വലിയൊരു കുഴപ്പമില്ല, ഞാൻ പോരുമായിരുന്നു. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ മൂലം ഒരു വൈദ്യുതി നടക്കുന്നു, ഈ സമൂഹം മുഴുവൻ കുറേ സമയം കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. പ്രസംഗം പറഞ്ഞതിൽ ഒരു 2 വാക്ക് പാട്ട് പാടാൻ തൽക്കാലം ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അവസാനം പാടിക്കോളാം. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു ഇന്നലെ OGD ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുടലിട്ട് ഡോക്ടറെ കുത്തുകുത്തി അത് അവിടെ കൊണ്ടിട്ട് നന്നായിട്ട് വേദനയാണ്. ഓക്കെ, ഒരു കമ്മ്യൂണിറ്റിയുടെ വലിപ്പമോ അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ പൊലിമയോ അല്ല അവരുടെ കൈമുതൽ അല്ലെങ്കിൽ അവരുടെ ഉറപ്പ്, മറിച്ച് അവരുടെ സ്നേഹമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ സോഷ്യൽ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ജോഷിച്ചേട്ടനെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ മിക്കവാറും സംസാരിക്കാൻ ആൾക്കാരാണ്. എത്ര വലിയൊരു പ്രോഗ്രാം എടുത്താലും സോഴ്സിലൊരു കുർബാനയോ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മറ്റെന്തും മാറ്റി വെച്ചിട്ട് ജോഷിച്ചേട്ടൻ സോഴ്സിലേക്ക് കൂടാൻ കാണിക്കുന്ന ഒരു ഉത്സാഹം അതിൻ്റെ ഏറ്റവും വലിയ കഴിവാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് സ്നേഹിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്. അൾത്താരയ്ക്ക് ചുറ്റും വളരുക എന്നൊരു സന്ദേശം മാത്രമേ എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളൂ. കാരണം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ
turn it off. So you know me, when I start talking, it's very hard to stop. So I'll be very brief today anyway, but thank you very much for the honour. I'm sorry I'm late. I have a lot of baptisms and things going on in the airport as well. But anyway, just to wish the Syro Malabar community every blessing in the year ahead. As you can hear, I came into Mass the last time when you received the new umbrellas down the church. A very beautiful Mass, and I would very much like to
വെഡിങ് ആനിവേഴ്സറി കല്യാണം കഴിഞ്ഞിട്ട് ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റേച്ചാനും ജോച്ചാനും ഗോപിച്ചേട്ടനോ അവർ ബന്ധപ്പെടുക. അവരെ പ്രത്യേകം നമ്മൾ അനുവദിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പൈസ് ബസാർ. അവർ പ്രത്യേകം നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു റാഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏകദേശം ലേച്ചേട്ടനും വിനോച്ചേട്ടനോട് So it's one.